നമസ്കാരം, ഞാൻ ആതിര വിജി ആണ്. വെൽക്കം ടു മൈ ചാനൽ വിജി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഓരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. ആ സെക്ഷൻസിൽ ഇമ്പോർട്ടന്റ് ടേംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അടുത്ത് വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ആ സെക്ഷൻസിനകത്ത് കയറി നമ്മൾ നോക്കും. എന്താണ് സെക്ഷനിൽ പറയുന്നതെന്നും അതിനകത്തുള്ള എന്തൊക്കെ കണ്ടീഷൻസ് ആണ്, CCPയെ കുറിച്ചും കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കുറിച്ചും തർക്കപരിഹാര കമ്മീഷനെ കുറിച്ചെല്ലാം അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അതിൽ തന്നെ ഈ ഉപഭോക്താവിന്റെ സെക്ഷൻ, ഉപഭോക്താവ് എന്നാൽ എന്ത്, അതുപോലെ തന്നെ ആർക്കാണ് പരാതി ഉന്നയിക്കാൻ പറ്റുന്നത്, ആർക്കെതിരെ പരാതി ഉന്നയിക്കാം, കൂടാതെ പരാതി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നൽകേണ്ടി വരുന്നത്, കൂടാതെ എന്തൊക്കെയാണ് ഉപഭോക്താവിന്റെ അവകാശം എന്നെല്ലാമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യമായിട്ട് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2. സെക്ഷൻ 2 ഈ നിർവചനങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഉപഭോക്താവിന്റെ നിർവചനവും അതുപോലെ തന്നെ ആർക്കെതിരെ പരാതി ഉന്നയിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അതിന്റെ ഡെഫിനിഷൻസ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻസ് ആണ് സെക്ഷൻ 2. സെക്ഷൻ 2 ഡിഫറെന്റ് സബ് ക്ലോസ് ആയിട്ടാണ് ഓരോ കണ്ടീഷൻ ആയിട്ട് വരുന്നത്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ സെക്ഷൻ 2(7) ഉപഭോക്താവ് എന്നാൽ എന്ത് എന്ന് പറയുന്നത്. എന്താണ്? സെക്ഷൻ 2(7) ഉപഭോക്താവിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കും, ഉപഭോക്താവിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ അടങ്ങുന്ന സെക്ഷൻ ഏത്? ഉപഭോക്താവ് പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 2 7ാമത്തെ സബ് ക്ലോസ് ആണ് ഉപഭോക്താവിനെ കുറിച്ച് പറയുന്നത്. അതിൽ എന്താണ് ഉപഭോക്താവ് എന്തെന്നാൽ, ഒന്നെങ്കിൽ വില നൽകിയോ, ഒരാളുടെ കയ്യിൽ നിന്ന് വില നൽകിയോ അല്ലെങ്കിൽ വില നൽകാമെന്ന് കരാറിന്റെ അടിസ്ഥാനത്തിലോ ഒരു സാധനം അല്ലെങ്കിൽ സേവനം സ്വീകരിക്കുന്ന വ്യക്തി എന്തായിട്ട് കരുതാം? ഉപഭോക്താവായിട്ട് കരുതാം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനാണ് ഒന്നെങ്കിൽ വില നൽകുകയോ, വില നൽകി സാധനം വാങ്ങിച്ച ആളോ, അല്ലെങ്കിൽ വില നൽകാമെന്ന് ഈ തവണ വ്യവസ്ഥയിൽ കരാർ അടിസ്ഥാനത്തിൽ സാധനമോ സേവനമോ സ്വീകരിച്ച ആളായാലും അത്തരം വ്യക്തികൾ എന്ത് തന്നെയാണ്? ഉപഭോക്താക്കൾ തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ സമ്മതപ്രകാരം. എന്താണ് സമ്മതപ്രകാരം? ഒരു വ്യക്തി വില നൽകിയോ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിലോ വാങ്ങിച്ച സാധനം, ആ സാധനം മറ്റൊരു വ്യക്തി ഉപയോഗിക്കുകയാണ്. ആ വ്യക്തി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ആദ്യം വാങ്ങിച്ച വ്യക്തികളുടെ സമ്മതപ്രകാരമാണ് മറ്റൊരു വ്യക്തി ആ സാധനം ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടാമത് ഉപയോഗിക്കുന്ന വ്യക്തിയും എന്ത് തന്നെയാണ്? ഉപഭോക്താവിന്റെ കീഴിലാണ് വരുന്നത്. അതായത് നേരിട്ട് സാധനം വാങ്ങുന്ന വ്യക്തിയല്ല, നേരിട്ട് സാധനം വാങ്ങുന്ന വ്യക്തിയിൽ നിന്നും വേറൊരാള് ആ സാധനം അല്ലെങ്കിൽ സേവനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, സമ്മതപ്രകാരം ആ സാധനം അല്ലെങ്കിൽ സേവനം മറ്റൊരാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ വ്യക്തിയും എന്തിന്റെ കീഴിൽ വരും? ഉപഭോക്താവിന്റെ കീഴിൽ വരും. ഇപ്പൊ നമ്മൾ തന്നെ ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു, ആ സാധനം നമ്മളെ കയ്യിൽ നിന്ന് മറ്റൊരാൾ വാങ്ങുകയാണ്, ഞാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ നീ ഉപയോഗിച്ചോ, നമ്മൾ സമ്മതപ്രകാരം മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് എങ്കിൽ ആ ഉപയോഗിക്കുന്ന ആ വ്യക്തി എന്ത് തന്നെയാണ്? ഒരു ഉപഭോക്താവ് തന്നെയാണ്. അവർക്കും ഈ ഉപഭോക്താവിന്റെ അവകാശങ്ങളുണ്ട്. ആ സാധനത്തിൽ അങ്ങനെ ലഭിക്കുന്ന സാധനത്തിലോ സേവനത്തിലോ എന്തെങ്കിലും പരാതിയോ എന്തെങ്കിലും കേടുപാടുകളോ ഉണ്ടെങ്കിൽ ഉപഭോക്താവിന്റെ അവകാശത്തിൽ ഉൾപ്പെടുത്തി ആ വ്യക്തിക്കും കേസ് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ആ വ്യക്തിയെ ഉപഭോക്താവായി പരിഗണിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ രണ്ടാമത്തെ വ്യക്തിക്കും ഇങ്ങനെ കേസിന് പോകാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് വില നൽകിയോ അല്ലെങ്കിൽ കരാറടിസ്ഥാനത്തിലോ ഒരു സാധനം അല്ലെങ്കിൽ സേവനം വാങ്ങുന്ന വ്യക്തിയും ഉപഭോക്താവാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ആദ്യം സാധനം വാങ്ങുന്ന വ്യക്തിയുടെ സമ്മതപ്രകാരം വില നൽകിയോ അല്ലെങ്കിൽ കരാറടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയും ഉപഭോക്താവ് തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സാധനം വാങ്ങുകയാണ്. ആ സാധനം വാങ്ങിച്ചത് അതൊന്നെങ്കിൽ പുനർവിൽപ്പനയ്ക്കായിരിക്കും അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിനായിരിക്കും. ഒരാളുടെ കയ്യിൽ, ഒരു കടയിൽ ചെന്നിട്ട് നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു, ബൾക്കായിട്ട് അല്ലെങ്കിൽ സാധനം വാങ്ങിച്ചിട്ട് അത് നമ്മൾ വാണിജ്യ ആവശ്യത്തിന് മറ്റൊരിടത്തേക്ക് വിൽക്കാനാണ് വച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ വാങ്ങുന്ന വ്യക്തികൾ ഒരിക്കലും എന്താവില്ല? ഉപഭോക്താക്കളാവില്ല. അപ്പോൾ എന്താണ് ആദ്യം പറയുന്നത്? വില നൽകിയോ കരാറിന്റെ അടിസ്ഥാനത്തിലോ ഒരു സാധനം അല്ലെങ്കിൽ സേവനമാകുന്ന വ്യക്തിയും ഉപഭോക്താവാണ്. രണ്ടാമത്തെ കണ്ടീഷൻ സമ്മതപ്രകാരം വില നൽകിയോ കരാറടിസ്ഥാനത്തിലോ ഒരു സാധനം വാങ്ങിച്ചാൽ അത്തരം രണ്ടാമത് ഉപയോഗിക്കുന്ന വ്യക്തിയും എന്തിന്റെ കീഴിൽ വരും? ഉപഭോക്താവിന്റെ കീഴിൽ തന്നെ വരും. ഇനി മൂന്നാമതായിട്ട് പറയുന്നത്, നേരത്തെ പറഞ്ഞു, പുനർവിൽപ്പനയ്ക്കോ വാണിജ്യ ആവശ്യത്തിനോ വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്തരം ആൾക്കാരെ നമ്മൾ ഉപഭോക്താവിന്റെ കീഴിൽ വരുത്താറില്ല. അപ്പോൾ പുനർവിൽപ്പന അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ സ്വീകരിക്കുന്ന ആ വ്യക്തിയെ നമ്മൾ ഈ ഉപഭോക്താവിന്റെ ഡെഫിനിഷൻസിൽ വരില്ല. ഇനി നാലാമതായിട്ട് വരുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? നമ്മൾ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുമായിരിക്കും. അതെന്താണ്? വിൽക്കാനായിരിക്കും വാങ്ങുന്നത്.
എന്നാൽ അത് ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് അത്തരം സാധനങ്ങൾ നമ്മൾ ഒരാളിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ നമ്മളെ എന്തായിട്ട് പരിഗണിക്കാം? ഉപഭോക്താവായിട്ട് പരിഗണിക്കാം. ഇത്രയും ഓർത്താൽ മതി. വാണിജ്യ ആവശ്യത്തിന് വാങ്ങുന്ന വ്യക്തിയെ ഉപഭോക്താവായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. പകരം ഉപജീവന മാർഗത്തിന് വേണ്ടി വാങ്ങുന്ന വ്യക്തിയെ നമുക്ക് ഉപഭോക്താവായിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ 4 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നാമതായിട്ട് വില നൽകി അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ വാങ്ങുന്ന വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ അത്തരം വ്യക്തിയുടെ സമ്മതപ്രകാരം മറ്റൊരാള് വില നൽകിയോ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ ആ സാധനം ഉപയോഗിക്കുന്നെങ്കിൽ അത്തരം വ്യക്തികളും എന്ത് തന്നെയാണ്? ഉപഭോക്താവാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? ഒന്നെങ്കിൽ പുനർവിൽപ്പന അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിന് വാങ്ങുന്ന വ്യക്തികളെ ഒരിക്കലും ഉപഭോക്താവിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തില്ല. പകരം അങ്ങനെ വാങ്ങുന്നത് ഉപജീവന മാർഗത്തിന് വേണ്ടിയാണെങ്കിൽ അത്തരം വ്യക്തികളെ നമുക്ക് ഉപഭോക്താവിന്റെ കീഴിൽ ഉൾപ്പെടുത്താമെന്നാണ് ഈ സെക്ഷൻ 2 പറയുന്നത്. ഇതാണ് സെക്ഷൻ 2 പറയുന്നത്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? സെക്ഷൻ 2 7ാമത്തെ സബ് ക്ലോസിലാണ് ഉപഭോക്താവിന്റെ ഡെഫിനിഷൻ അടങ്ങിയിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 2 തന്നെ 5ാമത്തെ സബ് ക്ലോസ്. എന്താണ്? സെക്ഷൻ 2 5ാമത്തെ സബ് ക്ലോസ്. അതിൽ എന്താണ് പറയുന്നത്? ആർക്കൊക്കെ പരാതി ഉന്നയിക്കാം? ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ട് ആ സാധനത്തിന് എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ ഗ്യാരണ്ടിയിൽ എന്തെങ്കിലും വിഷയമോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആർക്കൊക്കെ പരാതി ഉന്നയിച്ചുകൊണ്ട് പരാതിപ്പെടാം, ആർക്കൊക്കെ പരാതിപ്പെടാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2 സബ് ക്ലോസ് 5. ആർക്കൊക്കെ പരാതി ഉന്നയിക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഉപഭോക്താവിന്, എന്തായാലും ഉപഭോക്താവിന് പരാതി ഉന്നയിക്കാൻ പറ്റും. ആർക്കാണ്? ഉപഭോക്താവിന്. അപ്പൊ ഫസ്റ്റ് ഉപഭോക്താവിന് പരാതി ഉന്നയിക്കാം. ആരാണ് ഉപഭോക്താവ് എന്ന് നേരത്തെ പഠിച്ചു. അത്തരം ഉപഭോക്താക്കൾക്ക് എല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പരാതി നേരിട്ട് ഉന്നയിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് പറയുന്നത് ഉപഭോക്താവിനെ പ്രതിനിധീകരിക്കുന്ന ഒന്നോ അതിലധികമോ വ്യക്തികൾക്കും എന്ത് ചെയ്യാം? പരാതി ഉന്നയിക്കാം. എന്താണ്? ഉപഭോക്താവിനെ പ്രതിനിധീകരിക്കുന്ന ഒന്നോ അതിലധികമോ വ്യക്തികൾക്കും ഈ പരാതി ഉന്നയിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് ഉപഭോക്തൃ അസോസിയേഷൻ ഉണ്ടല്ലോ, എല്ലാത്തിനും ഓരോ അസോസിയേഷൻ കാണാം. അപ്പൊ ഉപഭോക്തൃ അസോസിയേഷൻ, അതായത് അസോസിയേഷൻസിനും പരാതി ഉന്നയിക്കാവുന്നതാണ്. നാലാമതായിട്ട് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിനും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പരാതി ഉന്നയിക്കാവുന്ന. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പരാതി ഉന്നയിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് എക്സാമിന് ചോദിക്കും. അപ്പൊ കേന്ദ്രത്തിനും സംസ്ഥാന ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ പറ്റും? പരാതി ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2 5ാമത്തെ സബ് ക്ലോസ്. ഇനി അടുത്തായിട്ട് പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. എന്താണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്കും പരാതി ഉന്നയിക്കാൻ സാധിക്കും. അടുത്ത് പറയുന്നത് ഇപ്പൊ എന്താണ്? നമ്മൾ ആർക്കെങ്കിലും കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്കും പരാതി ഉന്നയിക്കാൻ സാധിക്കും. ഇനി ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ, അതായത് ഈ ഉപഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഉപഭോക്താവിന്റെ അവകാശിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിക്കോ വേണമെങ്കിൽ പരാതി ഉന്നയിക്കാം. എന്താണ്? മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കോ ഈ ആക്ട് പ്രകാരം പരാതി ഉന്നയിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് രക്ഷിതാവ്. എന്താണ്? പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് ഉപഭോക്താവാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിക്കാണെങ്കിൽ അയാളുടെ രക്ഷിതാവായിരിക്കണം പരാതി ഉന്നയിക്കേണ്ടത്. എന്താണ്? പ്രായപൂർത്തിയാവാത്ത വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കളായിരിക്കണം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതിപ്പെടേണ്ടതെന്ന് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് 2-5 പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് ഏതെല്ലാം? ഒന്നാമതായിട്ട് ഉപഭോക്താവിന് പരാതി ഉന്നയിക്കാം. രണ്ടാമതായിട്ട് എന്താണ് പറയുന്നത്? ഒന്നോ അതിലധികമോ വ്യക്തികൾക്ക് പരാതി ഉന്നയിക്കാം. മൂന്നാമതായിട്ട് പറയുന്നത് ഉപഭോക്തൃ അസോസിയേഷന് പരാതി ഉന്നയിക്കാം. നാലാമതായിട്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്ക് പരാതി ഉന്നയിക്കാം. അടുത്ത് പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് പരാതി ഉന്നയിക്കാം. കൂടാതെ എന്താണ്? മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളുടെ അവകാശികൾക്കോ അല്ലെങ്കിൽ പ്രതിനിധികൾക്കോ പരാതി ഉന്നയിക്കാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് പറയുന്നത് കുട്ടി പ്രായപൂർത്തിയാവാത്തതാണെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്കും ഈ ആക്ട് പ്രകാരം പരാതി ഉന്നയിക്കാവുന്നതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2 5. അപ്പൊ സെക്ഷൻ 2 7 ഉപഭോക്താവിന്റെ ഡെഫിനിഷൻ, സെക്ഷൻ 2 5 ആർക്കൊക്കെ പരാതി ഉന്നയിക്കുക എന്ന് പറയുന്ന സെക്ഷനാണ്. ഇനി അടുത്ത് പറയുന്നത് സെക്ഷൻ 2 6 ആണ്. ഈ സെക്ഷൻ 2 6 എന്താണ് പറയുന്നത്? പരാതി നൽകുന്ന സാഹചര്യങ്ങൾ. ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഉപഭോക്താവിന് പരാതി ഉന്നയിക്കാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2 6. അപ്പൊ സെക്ഷൻ 2 5 എന്താണ്? ആർക്കൊക്കെ എതിരെ പരാതി, ആർക്കൊക്കെ പരാതി ഉന്നയിക്കാം എന്ന് പറഞ്ഞ സെക്ഷൻ 2 5.
എന്നാൽ സെക്ഷൻ 2 ഉപഭോക്താവിന്റെ ഡെഫിനിഷൻ. ഇനി സെക്ഷൻ 2 ആണെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ പരാതി നൽകാം അല്ലെങ്കിൽ പരാതി നൽകുന്ന സാഹചര്യങ്ങളാണ് സെക്ഷൻ 2 പറയുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു പരാതി നൽകുന്ന സാഹചര്യം? ഒരു സാധനത്തിന് അമിത വില ഈടാക്കിയോ അന്യായമായ വില ഈടാക്കിയോ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പരാതി ഉന്നയിക്കാം. എന്താണ്? ഒരു സാധനത്തിന് അമിത വില ഈടാക്കുന്ന സാഹചര്യം മിക്ക കടകളിലും ഇപ്പൊ കാണുന്നുണ്ട്. നമ്മളിപ്പോ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന വില ആയിരിക്കില്ല മറ്റൊരു കടയിൽ പോകുന്നത്. അപ്പം അമിത വില MRP-യേക്കാൾ ഇട്ടേക്കുന്ന അധിക വില ഈടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരാതി ഉന്നയിക്കാൻ സാധിക്കും. കൂടാതെ തന്നെ എന്താണ്? അന്യായമായ പരസ്യങ്ങൾ, അതായത് വ്യാജ പരസ്യങ്ങൾ നൽകി ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരാതിപ്പെടാൻ സാധിക്കും. അപ്പം വികലമായ ഉൽപ്പന്നങ്ങൾക്കെതിരെ നമുക്ക് പരാതിപ്പെടാൻ സാധിക്കുന്നതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2(6). അപ്പൊ എന്താണ് ആദ്യമായിട്ട് പറയുന്നത്? സാധനത്തിന് അമിത വില ഈടാക്കിയാൽ നമുക്ക് പരാതിപ്പെടാം. കൂടാതെ വികലമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരാതിപ്പെടാം. പിന്നെ എന്താണ് പറയുന്നത്? തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാം. കൂടാതെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിച്ച് ആ കറക്റ്റ് സാധനമായിരിക്കില്ല നമുക്ക് ചിലപ്പോൾ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെയുള്ള കൊമേഴ്സ് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ സെക്ഷൻ 2(6) നമുക്ക് പരാതിപ്പെടാവുന്നതാണ്. അന്യായമായ വ്യാപാര രീതികൾക്കെതിരെയും അതുപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ആണ് നൽകണമെങ്കിലും നമുക്ക് ഈ പരാതി നൽകാൻ സാധിക്കും. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഈ പരാതി നൽകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന്? ഒന്നാമതായിട്ട് സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നങ്ങളാണെങ്കിൽ നമുക്ക് പരാതിപ്പെടാം. പിന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യങ്ങൾ ഉണ്ടെങ്കിൽ, കൊമേഴ്സുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ഉണ്ടെങ്കിൽ, കൂടാതെ വ്യാജ പരസ്യം, അതുപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നങ്ങൾ, കൂടാതെ എന്ത് വരുന്നുണ്ട്? വ്യാജമായിട്ടുള്ള രീതിയിലുള്ള പ്രചാരണം, കൂടാതെ തന്നെ അമിത വില ഈടാക്കിയാൽ അന്യായമായ വ്യാപാര രീതികൾക്കെതിരെ എല്ലാം തന്നെ നമുക്ക് പരാതിപ്പെടാൻ സാധിക്കും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2 സബ് ക്ലോസ് 6 പറയുന്നതാണ് പരാതി നൽകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് സെക്ഷൻ 2(9) എന്തൊക്കെയാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ? എന്താണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്? ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് എന്തൊക്കെ അവകാശങ്ങൾ ഉപഭോക്താവിനുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2(9). അപ്പൊ സെക്ഷൻ 2(9) എന്താണ്? ഉപഭോക്താവിന്റെ അവകാശങ്ങൾ. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു സാധനം വാങ്ങാൻ കടയിൽ പോയി. അങ്ങനെ കടയിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്? നമുക്ക് അതിൽ MRP നോക്കാം, അതിൽ ഗ്യാരണ്ടി നോക്കാം, എക്സ്പയറി ഡേറ്റ് നോക്കാം, എല്ലാം നോക്കാനുള്ള അവകാശമുണ്ട്. അതവർ നമ്മൾ ഇങ്ങോട്ട് അറിയിക്കുകയും വേണം. അങ്ങനെയുള്ള എന്തൊക്കെ അവകാശങ്ങളാണ് ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ നമുക്ക് ഉണ്ടാവേണ്ടത്, നമുക്ക് കിട്ടേണ്ടത് എന്ന കാര്യം ഈ നിയമത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ 6 അവകാശമാണ് ഉള്ളത്. എത്രയാണ് ഉപഭോക്താവിന്റെ അവകാശം? എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 6 അവകാശമാണ് ഉള്ളത്. അതിൽ ആദ്യമായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് സുരക്ഷിതത്തിനുള്ള അവകാശം. ഒന്നാമതായിട്ട് സുരക്ഷിതത്തിനുള്ള അവകാശം. രണ്ടാമതായിട്ട് എന്താണ്? അറിവ് നേടാനുള്ള അവകാശം. മൂന്നാമതായിട്ട് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. നാലാമതായി കേൾക്കപ്പെടാനുള്ള അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം. അഞ്ചാമതായി പരിഹാരത്തിനുള്ള അവകാശം. ആറാമതായിട്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവബോധത്തിനുള്ള അവകാശം. എന്തൊക്കെയാണ്? സുരക്ഷിതത്തിനുള്ള അവകാശം, അറിവ് നേടാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കപ്പെടാൻ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇനി ഈ ഓരോ അവകാശങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് സുരക്ഷിതത്തിനുള്ള അവകാശം. ഈ സുരക്ഷിതത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവനും സ്വത്തിനും ഹാനികരമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള സംരക്ഷണത്തിനുള്ള അവകാശമാണ് ഈ സുരക്ഷിതത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. എന്താണ് സുരക്ഷിതത്തിനുള്ള അവകാശം? ജീവനും സ്വത്തിനും ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ള സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ നമുക്കുണ്ട്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് അറിവ് നേടാനുള്ള അവകാശം. എന്താണ് അറിവ് നേടാനുള്ള അവകാശം? നമ്മൾ ഒരു പാക്കറ്റ് ഒരു സാധനം വാങ്ങുകയാണ്. അത് നമ്മൾ ISI മാർക്കുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ലേബൽ കറക്റ്റ് ആണോ, മാനുഫാക്ചറിംഗ് ഡേറ്റ് ഉണ്ടോ, എക്സ്പയറി ഡേറ്റ് ഉണ്ടോ, അങ്ങനെയല്ല MRP ഇട്ടിട്ടുണ്ടോ, കൂടുതൽ വിലയാണോ ഈടാക്കി എന്നെല്ലാം നമുക്ക് അറിവ് കിട്ടണം. അങ്ങനെയുള്ള അറിവ് നേടാനുള്ള അവകാശവും ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങളാണ് എന്ന് പറയുന്നതാണ് ഈ അറിവ് നേടാനുള്ള അവകാശം. എന്താണ്? ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഗുണമേന്മ അനുസരിച്ചുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഉപഭോക്താവിന്റെ അവകാശമാണ് ഈ അറിവ് നേടാനുള്ള അവകാശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. എന്താണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്? ഒരുപാട് സാധനങ്ങൾ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് സേവനങ്ങളുണ്ട്. ആ സേവനങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഗുണമേന്മ നോക്കിയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കണം. അങ്ങനെയുള്ള തിരഞ്ഞെടുക്കാനുള്ള അവകാശം പറയുന്നതാണ് ഈ തിരഞ്ഞെടുക്കുന്ന അവകാശത്തിൽ ഉൾപ്പെടുന്നത്. എന്താണ്? ഒരു സാധനത്തെ അതിനെ പരിഗണിച്ചിട്ട് അതിൽ നമുക്ക്
ഇഷ്ടപ്പെട്ടത് എടുക്കുവാനുള്ള അവകാശമാണ് ഈ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതെന്ന് പറയുന്നത്. ഈ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം വിവിധ വിലകളിൽ ലഭ്യമാക്കുമ്പോഴാണ് അവിടെ ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കൽ നടക്കുന്നത്. എന്താണ്? ഒരു സാധനം തന്നെ നമ്മൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പനീസ് കാണും. ആ ഡിഫറെന്റ് കമ്പനീസിനും ഡിഫറെന്റ് വിലയായിരിക്കും. അങ്ങനെയുള്ള ഡിഫറെന്റ് വിലകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ പറ്റും. ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ആ കമ്പനിയിലെ സാധനം വില നോക്കിയും ഗുണമേന്മ നോക്കി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അവകാശമാണ് ഈ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അതിൽ എന്താണ് വരുന്നത്? ഡിഫറെന്റ് വിലയിലുള്ള സാധനങ്ങൾ ലഭ്യമാക്കുക വഴിയാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഗുണമേന്മയിലുള്ള സാധനങ്ങൾ ലഭ്യമാക്കുക വഴിയാണ് ഈ തിരഞ്ഞെടുക്കാൻ അവകാശം ഉപഭോക്താവിന് ലഭിക്കുന്നത്. നാലാമതായിട്ട് പറയുന്നത് കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം. എന്താണ് കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിന്റെ അവകാശം? ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ ആ ഉപഭോക്താവിന്റെ പരാതികളും അവരുടെ അഭിപ്രായങ്ങളും ഒരു പൊതുവേദിയിൽ കേൾക്കണം, അല്ലെങ്കിൽ ആ ഒരു കച്ചവടക്കാരൻ അത് കേൾക്കണം, അദ്ദേഹത്തെ പരിഗണിക്കണം. ഒരു ഉപഭോക്താവിനെ പരിഗണിക്കണം എന്ന് പറയുന്ന അവകാശമാണ് കേൾക്കപ്പെടാൻ അല്ലെങ്കിൽ പരിഗണിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് വരുന്നത് പരിഹാരം തേടാനുള്ള അവകാശമാണ്. നിരവധിയായ ചൂഷണങ്ങൾക്കെതിരെ ഉപഭോക്താവിന് എന്ത് ചെയ്യാം? പരിഹാരം തേടാൻ പറ്റും. അങ്ങനെയുള്ള കേസുകളിൽ തന്നെ അദ്ദേഹത്തിന് പരിഹാരം കിട്ടുകയാണെങ്കിൽ ഏത് അവകാശത്തിന് അയാൾ അർഹനാണ്? ഈ പരിഹാരം തേടാനുള്ള അവകാശം ഉപഭോക്താവിന് കിട്ടിയെന്ന് പറയാം. അതാണ് ഈ പരിഹാരം തേടാനുള്ള അവകാശം. എന്താണ് പരിഹാരം തേടാനുള്ള അവകാശം? ഉപഭോക്താവിന്റെ പരാതികൾ പരിഹരിക്കുവാനുള്ള അവകാശത്തെയാണ് ഈ പരിഹാരം തേടാനുള്ള അവകാശം എന്ന് പറയുന്നത്. നാലാമതായിട്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതായത് അവബോധം. ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കടയിൽ പോയിട്ട് നമ്മൾ ഒരു സാധനം അല്ലെങ്കിൽ സേവനം സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നതാണ് ഈ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിൽ പറയുന്നത്. അപ്പൊ എത്ര അവകാശങ്ങളാണുള്ളത്? 6 അവകാശങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് സുരക്ഷിതത്വത്തിനുള്ള അവകാശം, രണ്ടാമതായിട്ട് അറിവ് നേടാനുള്ള അവകാശം, 3 തിരഞ്ഞെടുക്കാനുള്ള അവകാശം, 4 കേൾക്കപ്പെടാനുള്ള അവകാശം, 5 പരിഹാരം തേടാനുള്ള അവകാശം, 6 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇനി അടുത്ത് നോക്കുന്നത് സെക്ഷൻ 2 24 സബ് ക്ലോസ്. അപ്പൊ സെക്ഷൻ 2 24 സബ് ക്ലോസിൽ എന്താണ് പറയുന്നത്? എന്താണ് ഉൽപാദകൻ അല്ലെങ്കിൽ നിർമ്മാതാവ്? ഉൽപാദകൻ അല്ലെങ്കിൽ നിർമ്മാതാവ് ഏതെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2 24. നമ്മൾ നേരത്തെ പഠിച്ചു ഉപഭോക്താവിന്റെ ഡെഫിനിഷൻ പറയുന്ന സെക്ഷൻ. എന്താണ് ഉപഭോക്താവിന് പറയുന്ന ഡെഫിനിഷൻ? ഒരു സാധനം കരാറിലോ അല്ലെങ്കിൽ എന്താണ് വില കൊടുത്തോ വാങ്ങുന്ന ആൾ ഉപഭോക്താവാണെന്നൊക്കെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2 ഈ സെക്ഷൻ 2 24 പറയുകയാണെങ്കിൽ ഉൽപാദകൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിർമ്മാതാവ് എന്നാൽ എന്ത് എന്ന് പറയുന്നതാണ് സെക്ഷൻ 2 24. ഈ സെക്ഷൻ പ്രകാരം ഒരു ഉൽപാദകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തി മാത്രമേ ഉൽപാദകനാവുള്ളൂ. അപ്പൊ ഈ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് അസംബിൾ ചെയ്ത ഒരു സാധനം, ഇപ്പം എന്തെന്ന് പറയും, കുറെ അസംസ്കൃത വസ്തുക്കൾ ചേർന്നാണല്ലോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രോഡക്റ്റ് ലാസ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തി മാത്രമേ നമുക്ക് ഉൽപാദകനാവുള്ളൂ. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഇലക്ട്രിക്കൽ സാധനങ്ങളാണെങ്കിലും ഒരുപാട് പാർട്സ് അസംബിൾ ചെയ്താണ് ഒരു ഇലക്ട്രിക്കൽ സാധനം. ഒരു മിക്സി ഉണ്ടാവണമെങ്കിൽ തന്നെ ഒരുപാട് പാർട്സ് അസംബിൾ ചെയ്താണ് ഒരു മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡർ അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ സാധനം, ഇപ്പൊ ഫ്രിഡ്ജൊക്കെയുള്ള ഇലക്ട്രിക് സാധനമൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ളതില് ആ ലാസ്റ്റ് പ്രോഡക്റ്റിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തി മാത്രമേ അതിൽ ഉൽപാദകനാവുള്ളൂ. അങ്ങനെയല്ല. പകരം ഈ ഇലക്ട്രിക്കൽ സാധനങ്ങൾ അസംബിൾ ചെയ്യുന്ന വ്യക്തിയും എന്തിന്റെ പരിധിയിൽ വരും? ഉൽപാദകൻ എന്നതിന്റെ പരിധിയിൽ വരും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2 24. എന്താണ് സെക്ഷൻ 2 24? ഉൽപാദകൻ അല്ലെങ്കിൽ നിർമ്മാതാവ് എന്തെന്നാണ്. ഇതിൽ മെയിൻ ആയിട്ട് ഓർക്കേണ്ട കാര്യം, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ആളും ഉൽപാദകനാണ്, കൂടാതെ അസംബിൾ ചെയ്യുന്ന ആളും എന്ത് തന്നെയാണ്? ഉൽപാദകനാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2 24. ഇനി അടുത്ത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2 28. സെക്ഷൻ 2 24 ഉൽപാദകൻ അല്ലെങ്കിൽ നിർമ്മാതാവ്. ഇനി സെക്ഷൻ 2 28 എന്തെന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യങ്ങൾ ഏതൊക്കെയാണ്. അതായത് ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കും എന്താണ് തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യങ്ങൾ, ഏത് പരസ്യമാണ് നമ്മൾ ആ കീഴിൽ വരുന്നത് എന്ന് നോക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2 28. ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യത്തിൽ ഏതൊക്കെ വരും? ഒരു പരസ്യത്തിൽ അതിൽ തെറ്റായ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങളാണ് ഉപഭോക്താവിന് നൽകുന്നതെങ്കിൽ അത്തരം പരസ്യങ്ങളെ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിൽ ഉൾപ്പെട്ട എന്താണ്? തെറ്റായ അവബോധം ഉപഭോക്താവിന് കൊടുക്കുന്ന, തെറ്റായ വിവരങ്ങൾ ഉപഭോക്താവിന് നൽകുന്ന പരസ്യങ്ങൾ ഇതിൽ വരും. കൂടാതെ തന്നെ തെറ്റായ ഗ്യാരണ്ടി ഉറപ്പു നൽകുമല്ലോ നമ്മള് കമ്പനികളൊക്കെ. അങ്ങനെ തെറ്റായ ഗ്യാരണ്ടി ഉറപ്പു നൽകുന്ന പരസ്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യങ്ങളിലാണ് വരുന്നത്.
കൂടാതെ തന്നെ വില മറച്ചു വെച്ചുകൊണ്ട്, എന്തെങ്കിലും മനഃപൂർവ്വമായി മറച്ചു വെച്ചുകൊണ്ട്, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ എന്തെങ്കിലും മനഃപൂർവ്വമായുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് പരസ്യം നൽകുന്നതെല്ലാം തന്നെ ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യത്തിൽ വരുന്നതാണ്. അപ്പൊ ഇതിനെതിരെയെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരാതിപ്പെടാൻ സാധിക്കുമെന്നാണ് മുന്നേ നമ്മൾ പറഞ്ഞത്. അപ്പം സെക്ഷൻ 228 തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം വരുന്നത്. ഇതാണ് മൊത്തത്തിലുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് സെക്ഷൻസ് ആണ് ഇതൊക്കെ. ഇതെല്ലാം ഡെഫിനിഷൻ ആണ്. ഓരോന്ന് എന്താണ്, എന്തിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് പറയുന്നതാണ് സെക്ഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ സെക്ഷൻ 2-9 എന്താണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. 6 അവകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. സുരക്ഷിതത്തിനുള്ള അവകാശം, അറിവ് നേടാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കപ്പെടാനുള്ള അവകാശം, പരിഹരിക്കപ്പെടാനുള്ള അവകാശവും ലാസ്റ്റ് വൺ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം.